വാട്സാപ്പ് യൂട്യൂബ് ട്രാവൽ മങ്കീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ചോദിച്ചിരുന്നു. ഞാൻ ജനുവരി 24 എടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് SJ6 ലെജൻഡ് എന്ന് പറയുന്ന SJCAMൻ്റെ ഒരു ആക്ഷൻ ക്യാമറയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗോപ്രോ ഒക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. SJCAM അത്യാവശ്യം നല്ലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഷോപ്പിൽ ഏകദേശം ഒരു 13,000 രൂപയാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 11,000 രൂപയ്ക്ക് കിട്ടി. മറ്റ് ക്യാമറകളെ അപേക്ഷിച്ച് ധാരാളം ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്തത്. ഇതിൻ്റെ സെൻസർ വരുന്നത് പാനാസോണിക്കിൻ്റെ MN34120 സെൻസറാണ്. കൂടാതെ ഇതൊരു 4K ക്യാമറയാണ്. 24 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. 2K റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് 30 ഫ്രെയിം വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1080 റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് 60 ഫ്രെയിമും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ 30 മീറ്റർ വരെ ഇത് വാട്ടർ റെസിസ്റ്റാണ്. മറ്റ് ക്യാമറകളെ എല്ലാം സംബന്ധിച്ച് ഇതിൽ ഡ്യുവൽ സ്ക്രീൻ ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ വീഡിയോ കൂടുതൽ മനോഹരമാക്കാൻ ജൈറോ സ്റ്റെബിലൈസേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു മുഖ്യ പ്രത്യേകതയാണ്. കൂടാതെ അവർ ഇതിൻ്റെ കൂടെ നിറയെ ആക്സസറീസ് തന്നിട്ടുണ്ട്. ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നത്, സൈക്കിളിൽ മൗണ്ട് ചെയ്യുന്നത്, പിന്നെ വാട്ടർ പ്രൂഫ് കേസ്, അങ്ങനെ നിരവധി സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഗോപ്രോ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സസറീസ് എല്ലാം സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഇതുവരെ ഫ്രീ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് ഹെൽമെറ്റിൻ്റെ മൗണ്ടാണ്. ഈ കുട്ടി ക്യാമറയാണ് SJCAM. പക്ഷേ ക്യാമറ ചെറുതാണെങ്കിലും പെർഫോമൻസ് ഒരു രക്ഷയുമില്ല. അന്യായ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. വാട്ടർ പ്രൂഫ് കേസിന് ഉള്ളിലിട്ടതിന് ശേഷം വേണം വെള്ളത്തിൽ മുക്കാനും എല്ലാം ചെയ്യാൻ, അല്ലെ വെള്ളം കയറും. ഇതതിന് മുൻവശത്തുള്ള LCD സ്ക്രീനാണ്. ഇതിൻ്റെ അകത്ത് എത്ര സമയം നിങ്ങൾ റെക്കോർഡ് ചെയ്തു, ഏത് ഫോർമാറ്റിന്, ഇങ്ങനെയുള്ള ചെറിയ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു ഡിസൈൻ. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 1000 mAh ഒരു ബാറ്ററിയാണ്. ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂർ വരെ നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു തോന്നിയത്, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 32 GB ഒരു കാർഡെങ്കിലും ഇവർക്ക് തരാമായിരുന്നു. ഇതിലെടുത്ത വീഡിയോ മറ്റൊരു ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ടൈം ലാബ്സ്, വീഡിയോ ലാബ്സ്, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസാണ് ഇതിനുള്ളിലുള്ളത്. വളരെ ചെറിയ LCD സ്ക്രീൻ ആണെങ്കിലും ടച്ചൊക്കെ വളരെ സ്മൂത്താണ്. ഒരു സ്ക്രീൻ മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു USB കേബിളും അവർ തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചാർജർ അവൈലബിൾ അല്ല. എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1200 രൂപ ആ ഒരു റേറ്റ് ഉണ്ട് ഇതിൻ്റെ ചാർജറിന്. ഇതിൻ്റെ തന്നെ ചാർജർ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജർ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ കണക്ട് ചെയ്ത് ചാർജ് നോക്കിയപ്പോൾ വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് ചാർജ് കയറുന്നത്. ഒറ്റവട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂർ വരെയൊക്കെ സുഖമായി ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ക്യാമറയുടെ ഒരു ലെൻസ് ക്യാപ്പാണ്. ഒരുവിധം ഇതിന് വേണ്ട അത്യാവശ്യം ഗാഡ്ജറ്റൊക്കെ ഇവർ തരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത്, ഇതിൻ്റെ കൂടെ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.